രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ ദോശയാണ്. അപ്പം ഇന്നലെ ദോശയായിരുന്നു കേട്ടോ. ഇന്നലത്തെ ദോശയുടെ മാവ് കുറച്ചുകൂടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഇന്ന് ദോശ തന്നെ ആക്കിയേക്കാന്ന് വിചാരിച്ച് കണ്ണൻ രാവിലെ അപ്പമൊക്കെ കഴിച്ചേച്ച് പോയി. അവന് അപ്പവും പാലും പഞ്ചസാരയായിരുന്നു. ദോശയ്ക്ക് മീൻകറി ഇരിപ്പുണ്ട്, പിന്നെ ചമ്മന്തി ഇരിപ്പുണ്ട്. ഇത് രണ്ടുമാണ് നമ്മുടെ രാവിലത്തെ ദോശയുടെ കറികളൊക്കെ. അപ്പം നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കാണ് ഞാനൊരു ടിപ്സ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ കളയാമെന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ നേരത്തെ ഇട്ട് വീഡിയോസ് കാണുന്നവരൊക്കെയാണ് അതിലൂടെ ഓരോന്നിനെ പറ്റി ഓരോ കമൻറ്റുകൾ ഇടാറുണ്ട്. അപ്പോൾ ഒരു കൊച്ചു ചോദിച്ചായിരുന്നു, ചേച്ചി കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് എങ്ങനെ കളയുന്നതെന്ന് ചോദിച്ചായിരുന്നേ. അപ്പോൾ അതെങ്ങനെയാണ്, അതിന് എന്തൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നാളൊരു ദിവസം ഇട്ടായിരുന്നു, മറ്റേ നമ്മുടെ ഉരുളൻകിഴങ്ങിൻ്റെ ഇതിട്ടായിരുന്നു. അത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിനേക്കാളും കണ്ണിന് ഭയങ്കരമായിട്ടൊക്കെ കറുപ്പുള്ളവർക്ക് ഇത് ആഴ്ചയിൽ 2 ദിവസം ഒന്ന് അല്ലെങ്കിൽ ഒന്നരാടാണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഞാനത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒത്തിരി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, എന്നാ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഒരു സാധനം കൂടെ എടുക്കാനുണ്ട്, ഞാൻ അതും കൂടെ നിർത്തോണ്ട് വരട്ടെ. അപ്പം എന്നതൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാവേ. അപ്പം കണ്ണിൻ്റെ ചുറ്റുമുള്ള കറുപ്പ് പോകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ഒരു വാസലിൻ്റെ ആണേ. ഇതിനകത്ത് കറ്റാർ വാഴയും കൂടെ ചേർന്നതാണ്. അതുകൊണ്ട് ഞാൻ ഇതിന് നമുക്ക് കറ്റാർ വാഴ ചേരാത്താണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ച് മതി, നമ്മുടെ കണ്ണിന് ചുറ്റും തേക്കാൻ ആവശ്യത്തിനുള്ളത് മാത്രം മതി കേട്ടോ, ഒരുപാട് എടുക്കണ്ട. പിന്നെ ഇതിനകത്ത് കറ്റാർ വാഴ ചേർന്നാണ്, പക്ഷേ നിങ്ങൾ കറ്റാർ വാഴ ചേരാത്താണെങ്കിൽ കറ്റാർ വാഴ ജെല്ലും കൂടെ എടുക്കണം. ഞാൻ ഇച്ചിരി ഇതിനകത്തുനിന്ന് എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. കറ്റാർ വാഴ ജെല്ലെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞളാണ്. മഞ്ഞൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾ വേണം എടുക്കാനായിട്ട്. കടയിൽ നിന്ന് മേടിച്ച മഞ്ഞൾ നിങ്ങൾ എടുക്കരുത് കേട്ടോ. മഞ്ഞൾ ഒരു നുള്ളു മഞ്ഞളും കൂടെ വേണം അതിനകത്ത് ചേർക്കാനായിട്ട്. കടയിൽ നിന്ന് മേടിച്ചല്ലാതെ നമ്മൾ എടുക്കുന്നത്. മഞ്ഞളെന്ന് പറഞ്ഞാൽ അതിനകത്ത് മഞ്ഞ കളറാണ്, മഞ്ഞളല്ലത്. അതും ഒരു ശകലം ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോൾ കറ്റാർ വാഴ ജെല്ലും വാസലിനും പിന്നെ മഞ്ഞളുമാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത്, എടുക്കുന്ന അടച്ചും കൂടെ വെച്ചോട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് എണ്ണയാണ്. ഇതിലേക്കിപ്പം ഞാനൊരു 2 തുള്ളി വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് ബദാം ഓയിൽ ഉണ്ടെങ്കിൽ അത് തേക്കാം. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, ഒരു ഓയിലുണ്ടായിരുന്നു, അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. ബദാം ഓയിൽ ഉണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ എന്നായിരുന്നോ, എൻ്റെ നേരത്തെ ഉണ്ടായിരുന്നായിരുന്നു, അതിൻ്റെ പേര് മറന്നു കേട്ടോ. ഞാൻ ഓർക്കുവാണെങ്കിൽ ഇടയ്ക്ക് പറയാവേ. അപ്പം അതാണേലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ, ഒരുപാടൊന്നും ഇല്ല കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്യണം. ഈ വാസലിൻ നല്ലപോലെ മിക്സ് ആകണം. പിന്നെ മഞ്ഞൾ, പിന്നെ കസ്തൂരി മഞ്ഞളുണ്ട്, നല്ല കസ്തൂരി മഞ്ഞളിൻ്റെ ആണെങ്കിലും അതാണെങ്കിലും എടുത്താലും മതി കേട്ടോ. ഇങ്ങനെ ഈ മഞ്ഞൾ നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല, അതാണെങ്കിലും മതി. ഇനി ഇപ്പം എൻ്റെ കണ്ണിന് ചുറ്റിനും കറുപ്പില്ല. അപ്പം നിങ്ങൾ ചോദിക്കും കറുപ്പില്ലാത്തടത്താണോ ഇത് ചെയ്ത് കാണിക്കുന്നതെന്ന് ചോദിക്കും. ഇതിപ്പം ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞേച്ച് പോയാൽ നിങ്ങൾ പറയും അവരുടെ മുഖത്ത് ചെയ്യാതെ അവർ ഞങ്ങളോട് ചെയ്യാൻ പറയുന്നെന്ന് പറയും. പിന്നെ ഞാൻ എൻ്റെ കണ്ണ് ഞാൻ എഴുതിയിട്ടില്ലേ. കണ്ണ് എഴുതാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഇതിങ്ങനെ ഇപ്പോൾ പറ്റുന്നതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ എന്നെ കണ്ണ് എഴുതാതെ ആരും വീഡിയോയിൽ കണ്ടിട്ടില്ല. എൻ്റെ കണ്ണ് എഴുതാതെ അപൂർവങ്ങൾ കണ്ട് എനിക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല ഞാൻ. എന്നാലും എൻ്റെ കണ്ണ് എഴുതി ഞാൻ എപ്പോഴും, എനിക്ക് കണ്ണ് എഴുതി ഞാൻ എപ്പോഴും വരാറുള്ളൂ. ഇന്നേ ഉള്ളൂ ഞാൻ കണ്ണ് ഇതുപോലെ. എൻ്റെ കണ്ണ് നിങ്ങൾ നോക്കിച്ച് പറയാം, ഒരു ശകലം പോലും കറുപ്പില്ല. കൺമഷി നമ്മൾ സ്ഥിരമായിട്ട് കണ്ണ് എഴുതുന്നവർക്ക് കണ്ണിന് ചുറ്റിനും കറുപ്പ് വരുമെന്ന് പറഞ്ഞ് ഞാൻ കാണിക്കാവേ. എൻ്റെ കണ്ണിന് ചുറ്റും കണ്ടോ, ഞാൻ കൺമഷി എഴുതാതെ അപൂർവങ്ങളിലുള്ള വീഡിയോ വരുന്നത് കേട്ടോ. എൻ്റെ കണ്ണിൽ ഞാൻ എപ്പോഴും കൺമഷി എഴുതിക്കൊണ്ടാണ്. ഇപ്പം ഇന്നലെ ഞാൻ എഴുതിയില്ല, അപ്പം ഇന്നും എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് 2 ദിവസത്തെ, പിന്നെ ഞാൻ എഴുതുന്ന കൺമഷി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് എനിക്ക് വീട്ടിൽ 2 ദിവസത്തേക്ക്, ഇന്ന് എഴുതിയ നാളത്തേക്ക് കൂടെ കണ്ണിൽ കാണും. പക്ഷേങ്കിൽ ഇവിടെ നോക്ക്, കറുപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ.
ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ എല്ലാവരും പറയും കൺമഷി എഴുതി കഴിയുമ്പോൾ കണ്ണിൻ്റെ ഇവിടെ ഇവിടെ ഇങ്ങനെ കറുപ്പ് വരും എന്ന് പറയും. പക്ഷേ അത് വെറുതെയാണ് കേട്ടോ. കൺമഷി എഴുതിയെന്നും പറഞ്ഞിട്ട് കണ്ണിൻ്റെ അവിടെ കറുപ്പൊന്നും വരുത്തൊന്നുമില്ല. അത് നമ്മുടെ മറ്റേ ചിലപ്പോൾ ഈ ഓരോരോ ഹോർമോണിൻ്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഉള്ളവർക്ക് വരുന്നുണ്ട്. പിന്നെ ചിലർക്ക് ഉറക്കക്കുറവ് കൊണ്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുവരുന്ന ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പാക്കിട്ട് നമുക്ക് കളയാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്നിട്ട് നിങ്ങളത് ഒറ്റ ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ മാറി കിട്ടണമെന്നില്ല കേട്ടോ. കുറേ ദിവസം എടുക്കും. അപ്പം കണ്ണിൻ്റെ അവിടെ ഇതുണ്ടോ, ഞാൻ കൺമഷി എഴുതുന്നതിൻ്റെ ഇത് പറഞ്ഞാണ്. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരിക്കലും കണ്ണിൻ്റെ അവിടെ കറുപ്പ് വീഴത്തില്ല എന്ന്. ഇത് നമുക്ക് കണ്ണിന് ചുറ്റും നമുക്ക് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നേരത്തേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ ചോദിക്കും, ഇത് കണ്ണിന് ചുറ്റും കറുപ്പില്ലല്ലോ എന്ന് ചോദിക്കും. അതുകൊണ്ടാണ് ഞാനിത് പുരട്ടി കാണിച്ചില്ല. നിങ്ങൾ പറയും അവരുടെ മുഖത്ത് പുരട്ടി കാണിച്ചില്ല, നമ്മളോട് പരട്ടിക്കൊള്ളാൻ പറയുന്നത്. യാതൊരു സൈഡ് എഫക്റ്റുള്ള ഒരു സാധനവും ഇല്ല ഇതിനകത്ത്. കണ്ണിന് ചുറ്റും ഇങ്ങനെ പുരട്ടാം. കണ്ണിനകത്ത് പുരട്ടല്ല കേട്ടോ, കണ്ണിന് ചുറ്റിന് പറ്റുള്ളൂ. കറുപ്പുള്ള സ്ഥലത്ത് പുരട്ടി കൊടുക്കുക. എന്നിട്ട് കണ്ണിൽ തന്നെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റോളം നേരത്തേക്ക് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ, ഇങ്ങനെ കണ്ണിന് ചുറ്റും. നമ്മൾ കുറേശ്ശെ എടുത്താൽ മതി, നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് എടുത്താൽ മതി. ഒത്തിരി വലിച്ചു വാരി എടുത്ത് വേസ്റ്റാക്കി കളയണ്ട. ഇങ്ങനെ ഒരു 5 മിനിറ്റ് കണ്ണിന് ചുറ്റും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒത്തിരി നേരം എൻ്റെ കണ്ണിൽ ചെയ്യുന്നില്ല കേട്ടോ. ചെയ്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ കണ്ണിൽ അങ്ങനെ കറുപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നിങ്ങളിപ്പോൾ ചെയ്ത് ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഒരു ടവല് നനച്ചേച്ച് ആ ടവല് കൊണ്ട് കണ്ണ് നല്ലപോലെ ഇങ്ങനെ തുടച്ച് മാറ്റുക. ഇങ്ങനെ തുടച്ച് മാറ്റിയേക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സോപ്പിട്ട് കഴുകണമെങ്കിൽ കഴുകി കളയാം. കാര്യം ഈ വാസലിനൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു എണ്ണമയം പോലെ നമുക്ക് വരും. പിന്നെ വെളിച്ചെണ്ണ അതിനകത്ത് ചേർന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു എണ്ണമയം പോലെ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ പോലെ ഉണ്ടെങ്കിൽ കഴുകിക്കളയാം. ഇല്ലെങ്കിൽ കണ്ണിൻ്റെ അവിടെ നേരം നിൽക്കുന്നുണ്ട് കുളിക്കാൻ നേരം കഴുകിക്കളഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മുടെ കണ്ണിന് ചുറ്റും വരുന്ന കറുപ്പ് കളയുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു കുറച്ച് ദിവസം ഒന്ന് അടുപ്പിച്ചൊന്ന് പുരട്ടിയാൽ മാത്രമേ ഇത് പോത്തുള്ളൂ കേട്ടോ. പിന്നെ കണ്ണിനകത്ത് പറ്റാതെ നോക്കിക്കോളുക. കണ്ണിനകത്തോട്ട് പറ്റിക്കരുത്. കണ്ണിനകത്ത് പറ്റാതെ വേണം പുരട്ടാനായിട്ട്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾ ഒരു 2-3 ദിവസം ഒന്ന് അടുപ്പിച്ച് കണ്ണിന് ചുറ്റും ഒന്ന് പുരട്ടി നോക്കുക. ഒരു 5 മിനിറ്റിൽ മസാജ് ചെയ്യണം. അതുപോലെ തന്നെ കണ്ണിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. കണ്ണിനകത്ത് വീണ് അന്നേരം വെള്ളം ഒഴിച്ച് കണ്ണ് നല്ല വൃത്തിക്ക് കഴുകിയേക്കണം കേട്ടോ. കാര്യം കറ്റാർവാഴ ജെല്ല് പിന്നെ എണ്ണമയൊക്കെയാണ് കണ്ണ് ചിലപ്പം നീറുകയും, കണ്ണിൽ എണ്ണ വീണ് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒരുമാതിരി അസ്വസ്ഥത പോലെ വരും. എൻ്റെ കണ്ണിൽ ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് പോയി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം അങ്ങനെ കണ്ണിനകത്ത് വീഴാതിരിക്കാൻ വേണ്ടി കണ്ണ് അടച്ച് പിടിച്ച് മാക്സിമം ചെയ്യാൻ നോക്കുക. അപ്പം നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കണ്ണിന് ചുറ്റും കറുപ്പൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാവേ. 4 മണിക്കത്തേക്ക് നല്ല ചൂട് ബോണ്ടായി കട്ടൻ കാപ്പിയാണേ. ബോണ്ട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അച്ചുവിനൊക്കെ ഇന്ന് ഉച്ച വരെ ഉള്ളായിരുന്നു സ്കൂള് കണ്ണന്. അപ്പോൾ രണ്ടുപേരും വന്ന്, കണ്ണന് പിന്നെ പകലുറക്കം ഇല്ല, അച്ചു നല്ല ഉറക്കമാണ്. അവൾക്ക് ഇഷ്ടമാണ് ബോണ്ടയും കട്ടൻ കാപ്പി. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കട്ടെ. അപ്പോൾ നമ്മുടെ 4 മണിക്കത്തേക്കുള്ള ബോണ്ടായും കട്ടൻ കാപ്പിയും എല്ലാം സെറ്റായി. ഇനി ഞങ്ങൾ കഴിക്കാനൊക്കെ തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. ഇനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമേ. അപ്പോൾ മറക്കണ്ട കേട്ടോ, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും